പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത 8 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഗാസിയാബാദ് പോലീസ്. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 22 പേർ പോലീസ് കസ്റ്റഡിയിൽ. CCTV ഉൾപ്പെടെ സ്ഥാപിച്ച് ചാരപ്രവൃത്തി നടത്തിയത് സൈനിക താവളങ്ങൾക്ക് സമീപത്താണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഇവർ ഏതു തരത്തിൽ, എവിടെ, എങ്ങനെ ചാരപ്രവൃത്തി നടത്തിയെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർ അറസ്റ്റിലാവുന്നത്? അക്ഷയ, ഈ മാസം 14-ാം തീയതി ബീറ്റ് പോലീസ് ഓഫീസർക്ക് തോന്നിയ ഒരു സംശയമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ശൃംഖല നടത്തിയ ചാരപ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടിയത്. തുടർന്ന് നടന്ന അറസ്റ്റുകൾക്കൊടുവിൽ ഇന്നിപ്പോൾ നടന്ന 3 അറസ്റ്റ് ഉൾപ്പെടെ 22 പേരാണ് ഇതിനോടകം തന്നെ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇതിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹി മുതൽ ജമ്മു കാശ്മീർ വരെ സുപ്രധാനമായ 50 ഇടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും അതുവഴി ഈ പാകിസ്ഥാന് ആ വഴിയുള്ള സൈനിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ലൈവ് ഫീഡ് നൽകുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഓരോ ഫോട്ടോയ്ക്കും 3000 മുതൽ 6000 രൂപ വരെ ഈ പ്രതികൾ കൈപ്പറ്റിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രധാനമായും ഈ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത്തരം കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവർക്ക് പണം നൽകിക്കൊണ്ട് ഈ ഒരു പ്രവൃത്തിയിലേക്ക് തിരിച്ചുവിടുകയാണ് ഈ സംഘം ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി, രാജസ്ഥാൻ, മുംബൈ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തലവൻ എന്ന് സംശയിക്കപ്പെടുന്ന നൌഷാദ് അലി, ലാലു എന്ന് വിളിക്കപ്പെടുന്ന നൌഷാദ് അലി, ഇയാളാണ് കുട്ടികളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾ ബീഹാർ മുസഫർപൂർ സ്വദേശിയാണ്. കൂടാതെ മീര എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, ഇവരാണ് ആയുധങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇവർ ഈ ഒരു പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പ് ഒരാൾ അടക്കം 22 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.